ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കൊള്ളയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ ആദ്യ ആൾ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സസ്പെൻഷനിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയാണ് SIT ഇന്ന് അറസ്റ്റ് ചെയ്തത്. 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് 2 കിലോ സ്വർണം കവർന്നെന്ന കേസിൽ രണ്ടാം പ്രതിയാണ്. 1998 പാളികൾ സ്വർണം പൊതിഞ്ഞെന്നറിയാവുന്ന മുരാരി ബാബുവാണ് 2019 രേഖകളിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത്. ചെമ്പ് തെളിഞ്ഞെന്ന് തനിക്ക് കണ്ട് ബോധ്യപ്പെട്ടതാണ് എന്നാണ് മുരാരി ബാബു നേരത്തെ പറഞ്ഞത്. ആ ബോധ്യമൊക്കെ SITക്ക് ബോധ്യപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, നിർണായകമായ നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മാറി കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണ്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് സംശയിക്കുന്ന ആളാണ്. SITയുടെ അടുത്ത നീക്കങ്ങൾ എത്രത്തോളം നിർണായകമാണ്? ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? മനീഷ് മഹിബാൽ. റിജിത്ത്, ശബരിമല മോഷണത്തിലെ 2 FIR, ഈ 2 FIRയിലെയും മുഖ്യ പ്രതിയാണ്, 2 കേസുകളിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിട്ടുള്ള മുരാരി ബാബു. മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി പെരുന്നയിലെ ഇയാളുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോഴിതാ ഈ SITയുടെ പ്രധാനപ്പെട്ട ADGP, ഈ അന്വേഷണ ചുമതലയുള്ള ADGP വെങ്കടേഷ് രാവിലെ എത്തി ഇരുവരെയും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവരെ 2 കൂട്ടരെയും വിശദമായി ചോദ്യം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകളും രജിസ്റ്റർ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കോടതി ഇടക്കാല റിപ്പോർട്ടിന് ശേഷം കോടതി ഇങ്ങനെ പരാമർശം നടത്തിയത്. കേവലം ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒതുങ്ങേണ്ടതല്ല, ഇത് കീഴുദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഉന്നതരായ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൂടി അന്വേഷണം കടക്കണം. അതിന്റെ ഭാഗമായി അത് കോടതി പറഞ്ഞ ശേഷം 2ാം ദിവസമാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുത്തത്. മുരാരി ബാബു ശബരിമലയിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു. 2019 ഇത് മഹർസറിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് സ്വർണ്ണപ്പാളി എന്ന് ബോധ്യമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു മുരാരി ബാബു. പക്ഷേ 2019 ജൂലൈയിൽ അത് സ്വർണ്ണപ്പാളി എന്ന രീതിയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മനഃപൂർവ്വമായി ചെമ്പുപാളി എന്ന് മഹർസർ എഴുതി ഒപ്പിട്ട ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ഗൂഢാലോചന എന്ന തലത്തിലേക്ക് കർണാടക ഒക്കെ ബന്ധപ്പെട്ട് ഈ കൽപേഷ് നാഗേഷ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്നതിൽ പ്രധാനിയാണ്, ഇതിൽ ഗൂഢാലോചനയിൽ പ്രധാനിയാണ് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഉന്നതനും കൂടിയായിട്ടുള്ള മുരാരി ബാബു. മുരാരി ബാബുവിനെ അല്പസമയത്തിനകം തന്നെ ഈ ഈഞ്ചക്കരയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. ഇവിടെ നിന്നും ഇന്ന് തന്നെ റാന്നിയിലേക്ക് എത്തിച്ച് അവിടെ കോടതിയിൽ ഹാജരാക്കും. ഇനി കോടതിയുടെ സമയം 5 മണിയാണ്. 5 മണി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചായിരിക്കും അവിടെ കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡ് ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ രീതിപോലെ തന്നെ കസ്റ്റഡിയിലേക്ക് നൽകും. നിലവിൽ ഒക്ടോബർ 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി റാന്നി കോടതി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിലും 2-3 ദിവസം കൂടുതൽ മുരാരി ബാബുവിന് വേണ്ടി ചോദിച്ചേക്കാം. ഇരുവരുമായി കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി അംഗീകരിച്ചാൽ ഇരുവരുമായി നാളെയോ മറ്റന്നാളോ സംസ്ഥാനത്തിന് പുറത്തേക്ക്, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആസ്ഥാനമായ ചെന്നൈയിലേക്കും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റൊരു സ്ഥാപനം കൂടിയായിട്ടുള്ള മന്ത്ര എന്ന സ്ഥാപനമുള്ളത് ഹൈദരാബാദിലാണ്. ഈ ഹൈദരാബാദിൽ വെച്ചാണ് ഇത് ഉരുക്കി മാറ്റുന്നത്. ഈ ചെമ്പ് പാളിയിൽ നിന്നും സ്വർണം മാറ്റുന്ന രാസപ്രക്രിയ അവിടെ വെച്ച് തന്നെ നടന്നു എന്നുള്ള ഒരു നിഗമനം പോലീസിനുണ്ട്, കണ്ടെത്തലുകളുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘം 2ആയി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിലെ ഒരു സംഘം ഇപ്പോൾ ഇതര സംസ്ഥാനത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മുരാരി ബാബുവിനോട് രേഖകളടക്കം സമർത്ഥിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ മുരാരി ബാബു ആദ്യം അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല എന്ന കാര്യം ദേവസ്വം വിജിലൻസിന് മുൻപിൽ നൽകിയത്. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ 2019 ജൂലൈയിൽ ഈ കൈമാറ്റം നടക്കുന്നതിന് 1 മാസം മുൻപ് താൻ ആ ജോലിയിൽ നിന്നും മാറി മറ്റൊരു ജോലിയിലേക്ക് തന്നെ ചുമതല നൽകിയെന്ന കളവ് അന്ന് മൊഴി നൽകി. പക്ഷേ രേഖാമൂലം മുരാരി ബാബു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പങ്ക് ഇയാൾക്കുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുരാരി ബാബു വലയിൽ
പിടിയിലാകുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും മുരാരി ബാബു നിരപരാധിയാണെന്ന രീതിയിൽ പ്രതിരോധിക്കുക എന്ന് നോക്കി കാണേണ്ടതാണ്. ഇയാളുടെ മൊഴിയിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നേരത്തെ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിലെ പ്രധാനപ്പെട്ട കാര്യം അന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളവരുടെ പേരുകൾ നമുക്ക് മുമ്പിലുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക, അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം വൈകാതെ കടക്കും എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഈ കടത്തിക്കൊണ്ടുപോയ, ഈ കൊള്ളയടിച്ചു കൊണ്ടുപോയ ഈ സ്വർണം എവിടെ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തും ഹൈദരാബാദിലും ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഈ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതിൽ അല്പം സ്വർണമെങ്കിലും തിരികെ കണ്ടെത്താൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ പുരോഗതി ഉണ്ടാവുന്നുണ്ടോ ഈ നീക്കങ്ങളിൽ, മനീഷ് മഹിബാൽ? തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ അത് ബാംഗ്ലൂരിൽ നിന്നും ജയറാം അടക്കമുള്ള ഉന്നതരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ വെച്ച് പൂജിക്കുകയും പിന്നീട് മൂവാറ്റുപുഴ, കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ മുരാരി ബാബുവിന് പങ്കുണ്ട്. നിലവിൽ മുരാരി ബാബു ഹരിപ്പാട് അവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായി നിലവിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇത്തരം കേസുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാവുകയും ദേവസ്വം ബോർഡ് നിലവിൽ ഇയാളെ, ഈ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് നിലവിൽ സസ്പെൻഷനുള്ള ഉദ്യോഗസ്ഥനായ മുരാരി ബാബു 2 FIR-ലും പ്രധാനപ്പെട്ട 2ാം പ്രതിയായി നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. ഇപ്പോഴിതാ മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടുപേരും നേരത്തെ പറഞ്ഞിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളിലൊക്കെ തന്നെ ചുരുളഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും സങ്കീർണമായ വിഷയം ഇതിലെ സാങ്കേതികത്വമാണ്. അതായത് ഈ സ്വർണ്ണപ്പാളിയും ആയി ബന്ധപ്പെട്ട 2 കേസുകളുണ്ട്. അതിലൊന്ന് സ്വർണ്ണപ്പാളിയും മറ്റൊന്ന് ഈ കട്ടിളപ്പാളിയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വത്തിൽ ഇവർ ഒത്തിരി സങ്കീർണതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചുരുളഴിക്കണമെങ്കിൽ ഇതര സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയുടെ മറ്റു കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി ഏതൊക്കെ തരം കസ്റ്റഡിയിൽ ഉണ്ട്. കാരണം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൂടുതൽ പ്രതികളുടെ കസ്റ്റഡിയിലേക്ക് കൂടി കടക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് കൂടിയുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് SIT. അങ്ങനെയെങ്കിൽ ഈ നിലവിലുള്ള FIR-ൽ കൂടുതൽ പ്രതിപട്ടികയിൽ കൂടുതൽ പേര് ഉൾപ്പെടുമോ? ഒപ്പം തന്നെ മൂന്നാമത്, കാരണം ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം. കേവലം 2019 വിഷയം മാത്രമല്ല, 1998-ൽ 30 ഗ്രാം സ്വർണ്ണമാണ് വിജയമല്യ ശബരിമലയ്ക്ക് വേണ്ടി സ്വർണം പൂശാൻ നൽകിയത്. അതുമായി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ അന്വേഷണ സംഘം മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. നിർണായകമായ നീക്കങ്ങൾ SIT-യുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ആരോപണ വിധേയരായ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കൂടി ചോദ്യം ചെയ്യലിനടക്കം വിളിപ്പിക്കുന്ന നടപടിയിലേക്ക് അധികം വൈകാതെ തന്നെ SIT കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തിന് പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന, അതിലാരൊക്കെ പങ്കാളികളായിട്ടുണ്ട്, അവരുടെ പങ്കാളിത്തം ഏതു തരത്തിലാണ് എന്ന കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് SIT കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ വരും എന്ന് തന്നെയാണ് SIT-യുടെ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.